നമസ്കാരം. നമുക്ക് ഏറ്റവും പരിചയമുള്ള സംഗീതരൂപം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്ന വാക്ക് സിനിമാ പാട്ട് അഥവാ സിനിമാ സംഗീതം എന്നതായിരിക്കും. അത്രയും പരിചിതമാണ് നമുക്ക് ആ സംഗീത മേഖല. സിനിമാ പാട്ട് ആസ്വദിക്കാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താണ് സിനിമാ സംഗീതം എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ നമുക്ക് പറയാം, സിനിമകളുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ചില പ്രത്യേക രംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പാട്ടുകളാണ് സിനിമാ പാട്ടുകൾ. ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഒരു വികാരം, ഒരു കാലയളവ് ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും 3 തട്ടിലാണ് സിനിമാ പാട്ടുകൾ രൂപപ്പെടുന്നത്. 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യം അതിലുണ്ടാവും. അതിൽ ഒന്നാമത്തെ ആൾ ഗാനരചയിതാവാണ്, രണ്ടാമത്തെ ആൾ അതിൽ സംഗീതം നൽകുന്ന സംഗീത സംവിധായകനാണ്, മൂന്നാമത്തെ ആൾ അത് പാടുന്ന ഗായകനാണ്. ഇവരെ 3 പേരെയും അല്ലാതെ ഒട്ടനവധി ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഉപകരണ സംഗീതങ്ങൾ വായിക്കുന്നവർ, അത് റെക്കോർഡ് ചെയ്യുന്നവർ, അത് മിക്സ് ചെയ്യുന്നവർ, അങ്ങനെ ഒട്ടേറെ അതിനെ CD-യിലേക്കോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തവരൊക്കെ അങ്ങനെ തുടങ്ങി ഒട്ടേറെ ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പ്രധാനമായും നമ്മൾ 3 ആളുകളെയാണ് അതിൽ പരിഗണിക്കുക. അതിൽ ഒന്നാമത്തത് സിനിമാ പാട്ട് എഴുതിയ ആളാണ്, ഗാനരചയിതാവാണ്. രണ്ടാമത്തേത് അതിൻ്റെ സംഗീത സംവിധായകനാണ്, മൂന്നാമത്തേത് ഗായകനാണ്. അതിൽ രചയിതാക്കൾ നമുക്ക് ഇഷ്ടംപോലെ പേരെ അറിയാം. ONV കുറുപ്പുണ്ട്, വയലാറുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുണ്ട്. പുതിയ തലമുറയിലേക്ക് ഇഷ്ടംപോലെ പുതിയ ഗാനരചയിതാക്കൾ. സംഗീത സംവിധായകർ നോക്കിയാൽ ദക്ഷിണാമൂർത്തി സ്വാമികളുണ്ട്, രവീന്ദ്രൻ മാഷുണ്ട്, ദേവരാജൻ മാഷുണ്ട്, MB ശ്രീനിവാസനുണ്ട്, ജോൺസൺ സാറുണ്ട്. അങ്ങനെ ആധുനിക തലമുറയിൽ M ജയചന്ദ്രൻ അടക്കമുള്ള ഒട്ടേറെ സംഗീത സംവിധായകരുണ്ട്. ഇനി പാട്ടുകാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻപ് ഒരു ആലോചന പോലും ഇല്ലാതെ പറയാം. യേശുദാസ്, ചിത്ര, S ജാനകി, MG ശ്രീകുമാർ, M ജയചന്ദ്രൻ, വിജയ് യേശുദാസ് തുടങ്ങിയ ഏറ്റവും ആധുനിക തലമുറയിലെ വിനീത് ശ്രീനിവാസൻ, റിമി ടോമി ഉൾപ്പെടെയുള്ള, സിത്താര ഉൾപ്പെടെയുള്ള അതിമനോഹരമായി പാട്ടുപാടുന്ന ഒട്ടേറെ പാട്ടുകാരൻ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ സംഗീതം നമുക്ക് വളരെ ജനപ്രിയമായ ഒന്നാണ്. മറ്റൊന്ന് ലളിത സംഗീതമാണ്. എന്താണ് ലളിതഗാനം? നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കേട്ട് പരിചയിച്ചൊരു സാധനമാണ് ലളിതഗാനം. സാങ്കേതികത ഏറെയില്ലാത്ത രാഗതാളങ്ങളിൽ അധിഷ്ഠിതമായ കവിതകളാണ് ലളിത സംഗീതം അഥവാ ലളിതഗാനം എന്ന് പറയുന്നത്. ഇത്തരം പ്രാദേശികമായി ഉണ്ടാകുന്ന കവിതകൾക്ക് വ്യത്യസ്തമായ ഈണവും താളവും നൽകി ഗാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രാദേശിക ഭാഷകളിൽ അതത് ദേശത്തിൻ്റെ സംസ്കാരവും വസ്തുതകളും ആശയമാക്കിയിട്ടാണ് ലളിതഗാനങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ പ്രദേശത്തെയും പ്രാദേശികമായ സംഭവങ്ങളും കാര്യങ്ങളും ചരിത്രവും ഒക്കെ ആയിരിക്കും ലളിതഗാനത്തിൻ്റെ സാഹിത്യത്തിൽ വരുന്നത്. അതിൽ ശാസ്ത്രീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകാറില്ല. കേരളത്തിൻ്റെ ലളിതഗാന ശാഖ വളരെ സമ്പന്നമാണ്. ഈ ഗാനശാഖയ്ക്ക് പ്രചാരം നൽകുന്നതിൽ നമ്മുടെ K രാഘവൻ മാസ്റ്റർ, AP ഉദയഭാനു, P ഭാസ്കരൻ, MG രാധാകൃഷ്ണൻ, ONV കുറുപ്പ്, കാവാലം നാരായണ പണിക്കർ തുടങ്ങി ഒട്ടേറെ ആളുകൾ ഈ ശാഖയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലളിതഗാനത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണിക്കും ദൂരദർശനും വളരെ കൃത്യമായൊരു റോള് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലളിതഗാനം എന്ന് ചോദിച്ചാൽ സാങ്കേതികത ഏറെയില്ലാത്ത രാഗതാളങ്ങളിൽ അധിഷ്ഠിതമായ ലഘു കവിതകളെയാണ് ലളിതഗാനങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശികമായ പ്രത്യേകതകളും ചരിത്രങ്ങളും പറയുന്ന കവിതകൾക്ക് ലഘുവായ സംഗീതം നൽകി, അധികം ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താതെ ലഘുവായ സംഗീതം നൽകി പാട്ടുകളാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ K രാഘവൻ, AP ഉദയഭാനു, P ഭാസ്കരൻ, MG രാധാകൃഷ്ണൻ തുടങ്ങിയ അവരൊക്കെ ഈ ശാഖയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളവരാണ്, സംഭാവന നൽകിയിട്ടുള്ളവരാണ്. ഈ സംഗീതരൂപം പ്രചരിപ്പിക്കുന്നതിൽ ദൂരദർശനും ആകാശവാണിയും ഒക്കെ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആകാശവാണി ലളിത സംഗീത പാഠം എന്ന് പറയുന്നൊരു ഒരു പരിപാടി തന്നെ മിക്കവാറും ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. മാപ്പിള പാട്ടുകൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ രൂപം കൊള്ളുകയും പ്രചാരത്തിലിരിക്കുകയും ചെയ്ത സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്നറിയപ്പെടുന്നത്. മാപ്പിള എന്ന വിശേഷണ പദം ഈ സംഗീത ശാഖയുടെ സാമുദായിക സ്വഭാവം സൂചിപ്പിക്കുന്നു. മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിൻ്റെ സാഹിത്യമായാണ് രൂപം കൊണ്ടത്. ലളിതമായ ഈണത്തിൽ താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ കാവ്യഭംഗിയും വൃത്ത നിബദ്ധതയും ഉള്ളതാണ്. മലയാളത്തിൽ തൊങ്കൽ, ആദിയനം, പുകിലിനാൽ കൊമ്പ്, കപ്പപ്പാട്ട്, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം തുടങ്ങിയ ഒട്ടേറെ ഇശലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദ്രാവിഡ രീതിയുടെ അടിത്തറയിൽ നിന്നാണ് ഇത്തരം ഇശലുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാപ്പിളപ്പാട്ടിന് ഒട്ടേറെ ശാഖകളുണ്ട്. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, പ്രണയകാവ്യങ്ങൾ, കത്തുപാട്ടുകൾ, ഒപ്പനപ്പാട്ടുകൾ, കിസപ്പാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ തുടങ്ങി ഒട്ടേറെ വ്യത്യസ്ത ശൈലിയിലുള്ള പാട്ടുകൾ ഈ മാപ്പിള സാഹിത്യത്തിലുണ്ട്. അതിൽ ഈ കത്തുപാട്ട് വളരെ രസകരമാണ്. ഇന്നത്തെ പോലെ ബ്ലൂടൂത്തും SMS സൗകര്യവും വാട്സപ്പും വീഡിയോ കോളും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഗൾഫിലൊക്കെ പോയ ഭർത്താക്കന്മാർക്ക് കേരളത്തിലിരുന്നു കൊണ്ട് ഭാര്യമാരെഴുതുന്ന കത്തുകൾ മാസങ്ങൾക്ക് ശേഷം അവിടെ കിട്ടിയതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവ്
നാട്ടിലേക്ക് അയക്കുന്ന കത്തുകൾ, അത് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ വളരെ മനോഹരമായ ഒന്നാണ് കത്തുപാട്ടുകൾ. അങ്ങനെ വ്യത്യസ്തമായ ഗാന ശാഖകൾ കൊണ്ട് സമ്പന്നമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൽ പ്രധാനമായും നമ്മൾ പറയേണ്ട ഒരു വ്യക്തിയെ ഓർമ്മിക്കാതെ കടന്നു പോകാനാവില്ല. അത് മോയിൻകുട്ടി വൈദ്യരാണ്. മാപ്പിളപ്പാട്ട് രചയിതാക്കൾ ഏറ്റവും പ്രശസ്തനായ ആൾ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കിയ ആൾ മോയിൻകുട്ടി വൈദ്യരാണ്. ഖാസി മുഹമ്മദ്, മോയിൻകുട്ടി വൈദ്യർ, കുഞ്ഞായിൻ മുസ്ലിയാർ, ഈച്ച മസ്താൻ തുടങ്ങിയ പൗരാണിക കവികളുടെ അടക്കം ഖണ്ഡകാവ്യങ്ങളും ഗീതങ്ങളും മാപ്പിളപ്പാട്ടുകളായിട്ട് പ്രചാരത്തിലുണ്ട്. കവിയേക്കാളിലും പാടുന്നവർക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിരിക്കണം പല മാപ്പിള കൃതികളും. ആരാണ് എഴുതിയതെന്നുള്ള ഇപ്പോഴും അറിയില്ല. ഈ നമ്മളുടെ വർത്തമാന കാലത്ത് KT മുഹമ്മദ്, MN കാരശ്ശേരി, PT അബ്ദുൾ റഹ്മാൻ, AV മുഹമ്മദ്, ചാന്തു പാഷ, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഈ മാപ്പിളപ്പാട്ട് മേഖലകൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മാപ്പിളപ്പാട്ട് എന്ന പേര് 1932 വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലമീൻ എന്ന പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ആദ്യം മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ പദം പ്രയോഗിക്കപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്രകാരം വളരെ സാംസ്കാരിക സമ്പന്നതയുള്ള ഒരു സംഗീത രൂപമാണ് മാപ്പിളപ്പാട്ട്. അതിൽ മോയിൻകുട്ടി വൈദ്യരുടെ പേര് പരാമർശിക്കാതെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാവില്ല എന്നർത്ഥം. സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഒരുപക്ഷെ ഒരു മാർക്കിന്റെ ചോദ്യം സാധാരണ വരാറുള്ളതാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ സോപാന സംഗീതം എന്ന് നമുക്ക് എഴുതാം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിലുള്ള പടിക്കെട്ടിന്റെ വശത്ത് നിന്നുകൊണ്ട്, ഈ സോപാനം എന്ന വാക്കിന്റെ അർത്ഥം പടിക്കെട്ടെന്നാണ്. ക്ഷേത്ര ശ്രീകോവിലിന്റെ പുറത്തുള്ള പടിക്കെട്ടിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഇടയ്ക്കയെ വാദ്യോപകരണമാക്കിക്കൊണ്ട് പാടുന്ന, ദേവസ്തുതിക്കായി പാടുന്ന ആ പാട്ടുകളെയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. പ്രധാനമായും ഗീതാഗോവിന്ദത്തിലെ അഷ്ടപദികൾ, സ്വാതി തിരുനാൾ കൃതികൾ എന്നിവയൊക്കെ ഈ കൊട്ടിപ്പാടി സേവയ്ക്ക് പശ്ചാത്തലത്തിൽ സോപാന സംഗീതമായി ആലപിക്കാറുണ്ട്. സോപാന സംഗീതത്തിന് പ്രചാരം നൽകിയ ഏറ്റവും പ്രശസ്തരായ 2 വ്യക്തികൾ നമുക്ക് പറയാതിരിക്കാനാവില്ല. അതൊന്ന് ഞെരളത്ത് രാമപൊതുവാളാണ്. ആ ഞെരളത്ത് രാമപൊതുവാളും അദ്ദേഹത്തിൻ്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദനും സോപാന സംഗീതത്തിന് പ്രചാരം നൽകിയതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗങ്ങൾ വിശദമായി പറഞ്ഞു എന്നതിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഭാഗം കൂടുതൽ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നു. വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കൂടുതൽ വിശദമായി പറയേണ്ട കാര്യങ്ങൾ വിശദമായി പറയാൻ തയ്യാറാണ്. നന്ദി.